ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? സർവനാമല്ലേ? സംജ്ഞ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? സർവനാമമാണ് അല്ലെ? സർവനാമം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ, നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. നൗണിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് പ്രോനൗൺ. ഇതിനകത്ത് ഞാൻ ലിങ്ക് നോക്കി ക്ലാസ് കാണണം മോളെ. ഗ്രാമർ ഭാഗമാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ സർവനാമങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? മേം, ഹം, തു, തും, ആപ്പ്, വഹ്, യഹ്, വേ, ഏ. പിന്നെ കോൻ, കോയ്. ഇതും സർവനാമത്തിൽ പെടുന്നവയാണ്. ഇത്രയും സർവനാമങ്ങളാണ് നമ്മുടെ ഹിന്ദിയിലുള്ളത്. അതിന്റെ ഓരോ മീനിങ്ങും മിസ് പറഞ്ഞു. ഈ മിസ്സിനൊരു ഇത് മറന്നുപോയി. ആ ഒരു നോട്ട് എഴുതി അയച്ചു തരാന്ന് പറഞ്ഞത് അല്ലെ? സർവനാമങ്ങൾ അതിനോട് വിഭക്തി പ്രത്യേകത ഞാൻ ഇന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അയച്ചു തരാം. അപ്പൊ ഇത്രയും സർവനാമങ്ങൾ നമ്മുടെ ഹിന്ദിയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള പേജ് നമ്പർ 61. പേജ് നമ്പർ 61 ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറഞ്ഞുതരാം. സർവനാമം എന്താണെന്ന് ഒന്നുകൂടി ഇന്ന് പറഞ്ഞുതരാം. निम्नलिखित वाक्यों में सर्वनाम छांट कर कोष्टक में लिखिए. निम्नलिखित वाक्यों में എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ സർവനാം ഛാണ്ട് കർ, സർവനാം എടുത്തെഴുതുക. എവിടെ? കോഷ്ടക് മേ ലിഖിയെ. ആ ബ്രാക്കറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? താഴെ കൊടുത്തിരുന്ന സെന്റൻസിലെ ഏതാണോ സർവനാമം അത് ആ ബ്രാക്കറ്റിൽ എടുത്തെഴുതണം. മനസ്സിലായോ? അപ്പോ ഇത് സിമ്പിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ എന്താണ് സർവനാമം എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ സെന്റൻസിൽ വേറൊരു വ്യത്യാസം വരുമ്പോഴാണ് പ്രശ്നം വരിക. അത് നെക്സ്റ്റ് പറയാനുണ്ട്. ഇത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. മേം പഠിത്താഹും. മേം പഠിത്താഹും എന്ന് പറയുമ്പോൾ അതിൽ സർവനാമം ഏത് തന്നെയാണ്? മക്കൾ പഠിച്ചല്ലോ. ഏതാണ് സർവനാമം? ഒന്ന് പറഞ്ഞോർക്കെ. മേമാണ് അല്ലെ? ജസ്റ്റ് ഗുഡ് മോർണിംഗ്. അപ്പൊ മേം പഠിത്താഹും. അപ്പൊ അതിൽ സർവനാമം ബ്രാക്കറ്റിൽ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? മേം. അതുപോലെ വഹ് ഘർ ആയാ ഥാ, അവൻ വീട്ടിൽ വന്നിരുന്നു. അതിലേതാണ് സർവനാമം വരിക? വഹ്. വഹ്. ആപ്പ് ഹമാരെ പൂജ്യ ഹേ. ആപ്പ് ഹമാരെ പൂജ്യ ഹേ. ഇതില് സർവനാമം ഏതുണ്ട്? ആപ്പ്. 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 അപ്പൊ ഇതില് ഡൗട്ട് അടിക്കും. ഹമാരെ എന്നുള്ളതിലും സർവനാമം ഉണ്ട്. ഹമാരെ എന്നുള്ളതിലും ഒരു സർവനാമം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ഹം എന്നുള്ള സർവനാമത്തിനോടുകൂടി കെ എന്ന വിഭക്തി പ്രത്യയം ചേരുമ്പോഴാണ് ഹമാരെ വരുന്നത്. അതാണ് ഞാനൊരു ചാർട്ട് വരച്ച് നിങ്ങൾക്ക് എഴുതരാന്ന് പറഞ്ഞത്. അത് ആ ചാർട്ട് വരച്ച് എഴുതിയാൽ മാത്രമേ, ബോക്സ് വരച്ച് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ. ഹമ്മോട് കൂടി കെ എന്ന പ്രത്യയം ചേരുമ്പോഴാണ് ഹമാരെ ആയി വരുന്നത്. അപ്പൊ ഹമാരെ എന്നുള്ളതിലും ഒരു സർവനാമം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആപ്പ് മാത്രം എഴുതിയാൽ മതി. കേട്ടല്ലോ? അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണേ. നെക്സ്റ്റ്, തും ഉൻകെ ഘർ ക്യോം ഗയേ ഥേ. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നത്? ഇതിലേതാണ് സർവനാമം വരിക? തും. അതുപോലെ തന്നെ അതിലുണ്ട് ഉൻകെ എന്നുള്ളതിൽ ഒരു സർവനാമം ഉണ്ട്. വേനോട് കൂടി കെ പ്രത്യയം ചേരുമ്പോഴാണ് ഉൻകെ ആവുക. അപ്പൊ നിങ്ങൾ ഇപ്പോൾ അത് കണ്ട തുമ്ന്ന് മാത്രം എഴുതുക. യഹ് കിസ്കാ ഘർ ഹേ ഉസേ ബുലാവോ. യഹ് കിസ്കാ ഘർ ഹേ. ഇത് ആരുടെ വീടാണ്? അവരെ വിളിക്കൂ. യഹ്. യഹ്. ജീവ ഗുഡ് മോർണിംഗ്. ഹലീമ വീഡിയോ ഇടക്ക് ഓഫ് ചെയ്തിട്ട് പോലെ. ക്ലാസ് കഴിയുന്നവർ ഇങ്ങനെ ഉണ്ടാവണേ. ഹലീമയുടെ എന്തെങ്കിലും ചോദിക്കുമ്പോ ഹലീമ അപ്പ വീഡിയോ ഓഫ് ചെയ്യും. ഹെവൻ വീഡിയോ ഓൺ ചെയ്തേ. യഹ് കിസ്കാ ഘർ ഹേ ഉസേ ബുലാവോ. അപ്പൊ അതിൽ ഏതാണ് സർവനാമം? നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കാണുന്നത് യഹ് ആണ് അല്ലെ? പക്ഷെ അതിൽ വേറൊരു സർവനാമം കൂടി ഉണ്ട്. ഏത്? ഉസേ. ഉസേ പറഞ്ഞാൽ വാഹിനോട് കൂടി സേ പ്രത്യയം ചേർന്ന് ഉസുസേ അല്ലെങ്കിൽ ഉസേ ആയി വരും. അപ്പൊ അതില് വഹായിട്ടും സർവനാമം ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിച്ചതിന് ഉത്തരം എന്താണ്? യഹ് എടുത്തെഴുതാം. യഹ്. അപ്പൊ അത് മനസ്സിലായല്ലോ. ബ്രാക്കറ്റിൽ എന്തൊക്കെ ആൻസർ വന്നു എന്ന് മനസ്സിലായോ അശ്വിനി? അശ്വിൻ മനസ്സിലായോ മോനെ? ക്ലാസ്സില് മനസ്സിലായിട്ടില്ല?
ഇല്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സർവനാമം എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. സർവനാമം എന്ന് പറഞ്ഞാല് നമ്മൾ നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത്. നാമത്തിന് പകരം എന്ന് പറഞ്ഞാല് ഇപ്പൊ അശ്വിൻ എന്നുള്ള പേരിന് പകരം അവൻ, അല്ലെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ, അല്ലെ, അല്ലെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ താങ്കൾ, അല്ലെങ്കിൽ അവൻ, അവൾ, അല്ലെങ്കിൽ അത്, ഇതൊക്കെയാണ് സർവനാമം. മേം, തൂ, തും, ഹം, വഹ്, യഹ്, വേ, ഏ, ഇതൊക്കെയാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ. സർവനാമങ്ങൾ കുറച്ചേ ഉള്ളൂ. ആ ടോട്ടൽ സർവനാമങ്ങൾ എത്ര ഉണ്ടെന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് സെന്റൻസ് കിട്ടുമോ അതിലത്തെ സർവനാമം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് മിസ് വേറെ ഒരു ടെക്സ്റ്റിൽ ഇല്ല, വേറെ മിസ് ഒരു റഫായിട്ട് വേറെ ഞാൻ എഴുതി ബോക്സ് വരച്ച് അയച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ നോട്ടിൽ എഴുതി വെക്കണം. അത് എഴുതി വെച്ചാൽ പോലെ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് തന്നെ ഹയർ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും അത് ആവശ്യമാണ്. കേട്ടല്ലോ? അത് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ മേം പഠിത്താഹും, ഞാൻ പഠിക്കുന്നു. ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ സെന്റൻസിൽ ഏതാണ് സർവനാമം വരുക? അശ്വിൻ ഒന്ന് പറഞ്ഞേ. പേരിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. അപ്പൊ ഞാൻ പഠിക്കുന്നു എന്ന് മലയാളത്തിൽ മിസ് പറഞ്ഞു. അതിൽ ഏതാണ് സർവനാമമായിട്ട് ഉപയോഗിച്ച വേർഡ്? ഞാൻ. ഞാൻ അല്ലേ? ഞാൻ എന്നതാണ് സർവനാമം. അപ്പൊ ഇവിടെ മേം പഠിത്താഹു എന്നാണ് അതിന്റെ സെന്റൻസ്. അപ്പൊ ഇതിലേതാ സർവനാമം വരുക? മേം. കണ്ടോ? ഗുഡ്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ജോലിന് മനസ്സിലായോ? സർവനാമം എന്താന്ന് മനസ്സിലായോ? വഹ് ഘർ ആയാ ഥ, അവൻ വീട്ടിൽ വന്നിരുന്നു. ഇതിലേതാണ് ഹലീമ സർവനാമം വരുക? പറഞ്ഞോ? ഉറക്കെ പറയടി. മനസ്സിലായില്ലേ? സർവനാമം എന്താന്ന് മനസ്സിലായില്ലേ? ഇല്ല. നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദം, പേരിന് പകരം ചേർക്കുന്ന എന്ത് വാക്കുണ്ടെങ്കിൽ അത് സർവനാമമാണ്. അവൻ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഏതാണ് സർവനാമം? അതന്നെ പറ. പറഞ്ഞേ ഹലീമ. വഹ്. ഉറക്കെ പറ. എനിക്ക് എന്ത് പിന്നെ നിനക്ക് കുറെ കാര്യങ്ങൾ അറിയാം, നീ ഇത് പുറത്തു കൊണ്ടുവരുന്നില്ല എന്ന് മാത്രം. വഹ് പറഞ്ഞ അബദ്ധാവോ എന്നുള്ള ടെൻഷനാണ് അവർക്ക്. കുറെയെല്ലാം നീ പറഞ്ഞു പഠിക്കുക. വഹ് എന്നത് സർവനാമമാണ് അല്ലെ? ഇനി നെക്സ്റ്റ് എന്താണ്? ആപ്പ് ഹമാരെ പൂജ്യ ഹെ. ആപ്പ് ഹമാരെ പൂജ്യ ഹെ. താങ്കളെ ഞങ്ങളെ ബഹുമാനിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതിൽ ഏതാണ് സർവനാമം വരുക? ആപ്പ്. ആപ്പ്. എല്ലാരും തന്നെയാണോ ആൻസർ പറഞ്ഞത്? എല്ലാവർക്കും തന്നെയാണോ ആൻസർ കിട്ടിയത്? ആപ്പ് തന്നെയാണ് അല്ലേ? ആപ്പ്. തും ഉൻകെ ഘർ ക്യോ ഗയേ ഥേ. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നത്? ഇതിലേതാണ് സർവനാമം വരുക? തും അല്ലേ? ഒന്ന് എല്ലാരും ഉറക്കെ പറയണേ. എല്ലാരും പറഞ്ഞേ. ഇതിൽ ആരോമൽ നിജാദ് ഹെവൺ. എന്തിനാണ് വീഡിയോ ഓൺ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത് ക്ലാസ്സില്? സെറ്റ് ഇട്ടേക്കും, അതുകൊണ്ടാ. അത് ഇട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പിന്നെ മുഖം ഒന്ന് കാണുന്നു. മുഖം കാണാൻ പറ്റില്ലേ? മുഖം കാണാൻ പറ്റുമല്ലോ. വീഡിയോ ഓൺ ചെയ്തേ ആരോമൽ. ഓ ഇത് ഇത്രയും ഗ്ലാമർ ഉള്ളത് കൊണ്ടാണോ വീഡിയോ? എന്താണ്? വീഡിയോ ഓൺ ആക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. നിജാദനാ? ബാക്കി എല്ലാ ക്ലാസ്സിനും അങ്ങനെയാണോ? വീഡിയോ ഓൺ ചെയ്താലാണോ ക്ലാസ് എടുക്കുന്നത്? യെസ് മിസ്. ഓക്കെ. ആരോമൽ? നെക്സ്റ്റ് യഹ് കിസ്കാ ഘർ ഹേ ഉസേ ബുലാവോ. ഇതിലേതാണ് സർവനാമം? യഹ്. യഹ്. കണ്ടല്ലോ? അപ്പൊ നമ്മൾ അതിൽ ബ്രാക്കറ്റിൽ അതിന്റെ ആൻസർ എഴുതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് നോക്ക്. निम्नलिखित दिए गए सर्वनाम शब्दों का वाक्यों में प्रयोग कीजिए. Fill in the blanks with the pronouns choosing from the following box. താഴെ സെന്റൻസും കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിലെ
സർവനാമങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പഠിച്ച പോലെയുള്ള സർവനാമങ്ങളല്ല, അതിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോ വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തിട്ടുണ്ടാവും അതിന്റെ കൂടെ. കണ്ടല്ലോ, ഹമ്മുണ്ട്, ഹംനെ ഉണ്ട്. ഹമ്മിനോട് കൂടി നേ പ്രത്യയം ചേർന്നതാണ് ഹംനെ. അപ്പൊ അതിലെ സർവനാമ ഹം തന്നെയാണ്. ഹമാരെ ഉണ്ട്, തും, തുംകോ, ഉൻകോ. ഇത് നോക്കുക, ഞാൻ സെന്റൻസ് പറയാം, മീനിങ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആ ബ്രാക്കറ്റിൽ ആൻസർ ചേരുന്നത് നോക്കണം. അത് ചേർക്കണമെങ്കിൽ അതിന്റെ മീനിങ്ങും കൃത്യമായിട്ട് നിങ്ങൾ വിഭക്തി പ്രത്യയങ്ങൾ എഴുതിയിട്ട് അതിന്റെ മീനിങ് പഠിച്ചാലേ അത് മനസ്സിലാവൂ. നോക്കാം, നമുക്ക് കിട്ടോ നോക്കാലോ. ആജ് ഡേഷ് ബാസാർ ജായേംഗെ. ഇന്ന് ഡേഷ് ടൗണിൽ പോകും. ജായേംഗെ എന്നുണ്ട്. അപ്പൊ ബഹുവചന നാള്, ഒറ്റക്കല്ല, കുറച്ചു പേര് അധികം ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാ ഹം? ഹമ്മാണ്, ഹമാരെ അല്ല, ഹം. ഹമാരെ എന്ന് പറയുമ്പോ അർത്ഥം മാറി, ഞങ്ങളുടെ എന്നാവും. അങ്ങനെയാണ് അതിന്റെ മീനിങ് കേട്ടോ. ഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾ, ഹമാരെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ, ഹംകോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്നാവും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താ ചേർക്കേണ്ടത്? ആജ് ഹം ബാസാർ ജായേംഗെ. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന്റെ ഒരു പേപ്പർ കിട്ടാനുണ്ടല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലത്തെ കിട്ടിയില്ല അല്ലെ? ഓ, എനിക്ക് മറന്നുപോയിടാ, അത് ഞാൻ നോക്കി അയച്ചുതരാം കേട്ടോ. നെക്സ്റ്റ്, ഡേഷ് ഗർ ആയേ. ഡേഷ് ഗർ ആയേ. ഹമാരെ. ഡേഷ് ഗർ ആയേ എന്ന് പറഞ്ഞാല് ഡേഷ് വീട്ടിലേക്ക് വന്നാലും. ഹമാരയല്ലേ? പറഞ്ഞോ, നിങ്ങൾ ഓരോരുത്തരും പറയട്ടെ. ജസ്റ്റിസിന് എന്താ തോന്നുന്നത് അതില്? ഹലീമ വീഡിയോ ഓഫ് ചെയ്യല്ലേ? എന്താണ്? ഘർ ആയേ, വീട്ടിൽ വന്നാലും. ഹംനെ മിസ് തോന്നുന്നു. ഹംനെ, ഹംനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ, ഞങ്ങൾ. മിസ്സേ, ഞങ്ങൾ വരുന്നത് ഹമാരയല്ലേ? അപ്പൊ അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഹമാരെ ആയാലും ഞാൻ, അപ്പൊ എന്ത് വരും? ഹമാരെ, ഞങ്ങളുടെ വീട്ടിൽ വന്നാലും. അപ്പൊ എന്ത് ചേർക്കണം? ഹമാരെ. അതിനാ പറഞ്ഞ അതിന്റെ മീനിങ് മനസ്സിലായാൽ നിങ്ങൾക്ക് അത് സെന്റൻസ് ചേർക്കാൻ പറ്റും. ഹമാരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. ഹംന്ന് വരില്ല, ഹംനേന്ന് വരില്ല. ഹം എന്ന് പറഞ്ഞാലും ഹംനെ പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ഞങ്ങൾ. നേ എന്നുള്ളത് വെറുതെ ഒരു അർത്ഥമില്ലാതെ ചേർക്കുന്ന വിഭക്തി പ്രത്യയമാണ്. ഹമാരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. ഹമാരെ ഘർ ആയേ. എഴുതിയോ? മനസ്സിലായോ മക്കളെ എങ്ങനെയാണെന്ന്? ആരോമിൽ എന്താ വീഡിയോ ഓൺ ചെയ്യാതെ? എന്താണ് മോളെ ചോദിച്ചോളൂ. ഹം എന്ന് പറഞ്ഞ എന്താണെന്ന്? ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അശ്വിൻ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് എവിടെയാ പോന്നേ? എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ അവിടെ? ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ക്ലാസ് അവസാനിക്കുന്നവരെ വീഡിയോ ഓഫ് ചെയ്തിട്ട് എങ്ങോട്ട് മുങ്ങേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് വന്ന് മുഖം കാണിച്ച് പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിക്ക് പോയാൽ എങ്ങനെ മനസ്സിലാവുക? ഹെവൻ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? പെണ്ണെടുക്കാൻ പോയല്ലോ. പേനെടുക്കാൻ പോയല്ലോ. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിന് മുന്നേ റെഡി ആക്കി വെച്ചൂടെ? വീഡിയോ ഓഫ് ചെയ്തിട്ട് പോണോ? അല്ല, പെൺ താഴെ നിന്നാ. ക്ലാസ് കഴിയുന്നവരെ ഒരാളും വീഡിയോ ഓഫ് ചെയ്യേണ്ടതില്ല. കേൾക്കുന്നുണ്ടല്ലോ? വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കാൻ പറ്റുന്നവർ ഇരുന്നാൽ മതി. കുറച്ച് പേരുടെ നിജാദ് പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞു, ബാക്കിയുള്ളവര് അവിടെ ക്ലാസ് കഴിയുന്നവരെ ഇരുന്നാൽ മതി. ഇല്ലെങ്കിൽ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നവരെ 2 കൈ ഞാൻ പിറകിൽ സാറിനോട് പറഞ്ഞേക്കും, ഞാൻ വീട്ടിലേക്ക് 2 കൈ ഞാൻ പിറകിൽ കെട്ടി വെക്കാൻ വേണ്ടി പറയും. പറഞ്ഞു വേണം അങ്ങോട്ട്.
വേണ്ട, അല്ല അതും വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ഡേഷ് യഹ് കാം ബഹുത് ഗലത് കിയാ. ഡേഷ് യഹ് കാം ബഹുത് ഗലത് കിയാ. ഈ ജോലി വളരെ തെറ്റായി തോന്നി. എന്ത് ആരുടെ എന്താണെന്നറിയോ? എന്താണ് അതിന്റെ ആൻസർ അറിയോ? തുംകോ എന്നോ? തുംകോ യഹ് കാം ബഹുത് ഗലത് കിയാ. നോക്കാം നമുക്ക്. അതാണോ? തുമ്നെയാണോ? നോക്കാം നമുക്ക്. ഒരു മിനിറ്റ്, ഞാൻ ബാക്കിയുള്ളത് നോക്കട്ടെ. നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാം, അത് അവിടെ വെക്ക്. നെക്സ്റ്റ് ഇത് പറയുമ്പോ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നോക്ക്. ഡേഷ് ദോനോ മെഹാം ആവോ. ഡേഷ് രണ്ടുപേരും ഇങ്ങോട്ട് വരുവിൻ. അപ്പൊ എന്താണ് വരുക? നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുവിൻ. അപ്പൊ അവിടെ എന്ത് ചേർക്കണം? തും ചേർക്കണം. പിതാജി ഡേഷ് ഇനാം ദേംഗെ. മിസ്സേ അന്നേരം ഫോർത്ത് പറയണ്ടേ? അത് പറയാം. ഫോർത്ത് തുമ്ന്നുള്ളത് തേർഡ് ഇനി പറയാൻ വിട്ടുപോയത്. ഫോർത്ത് തും ചേർക്കുക. ഫിഫ്ത്ത് പിതാജി അച്ഛൻ ഇന്ന് ഡേഷ് സമ്മാനം തരും. ഹംനെ ഹംനെ പറയുമ്പോ ഞങ്ങൾന്നേ വരില്ല അർത്ഥം. ഞങ്ങൾന്ന് വരില്ല. അതില് ഒന്നുകിൽ ഞങ്ങൾക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വരണം, അല്ലെങ്കിൽ മുജേനായിട്ടുണ്ടാ. ശരിയാ, ഇല്ലാത്തൊന്നും ചേർക്കല്ല. ഹമാരെ ചേർത്തൂടെ? പിതാജി ആജ് ഉൻകോ ചേർക്കാം, തുംകോൻ ചേർക്കാം. ഇതെല്ലാം ചേർക്കാം. അതിന് തുംകോ എന്ന് പറഞ്ഞാല് അച്ഛൻ ഇന്ന് നിങ്ങൾക്ക് സമ്മാനം നൽകും. നിങ്ങൾക്ക് സമ്മാനം നൽകും എന്ന് പറഞ്ഞൂടെ? അപ്പൊ അതിൽ തുംകോ ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ പിതാജി ആജ് ഉൻകോ ഇനാമ് ദേംഗെ. അച്ഛൻ ഇന്ന് അവർക്ക് സമ്മാനം നൽകും. ഉൻകോന്ന് അവർക്ക്, അത് മീനിങ് ആവില്ലേ? വരില്ലേ? അവിടെ നിങ്ങൾ ഉൻകോ ചേർത്തോ. पिताजी आज उनको इनाम देंगे. लास्ट राम डैश को डैश दादाजी कहते हैं. राम നിങ്ങളെ ദാദാജി എന്ന് പറയുന്നു. തുംകോ ലാസ്റ്റ് തുംകോ നിങ്ങളെ. രാം നിങ്ങളെ ദാദാജി എന്ന് പറയുന്നു, നിങ്ങളെ ദാദാജി എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ആൻസർ എന്തായി വരുന്നറിയോ? ഹംനെ. ഹംനെ യഹ് കാം ബഹുത് ഗലത് കിയാ. ഒന്നുകൂടി പറഞ്ഞുതരാം. ക്ലിയർ ആയോ? അത് ഒന്നുകൂടി ഡൗട്ട് അടിക്കാതെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വേർഡ് ആജ് ഹം ബാസാർ ജായേംഗെ. आज हम बाजार जाएंगे. नेक्स्ट वन हमारे घर आइए. हमारे घर आइए. थर्ड हमने यह काम बहुत गलत किया. फोर्थ वन तुम दोनों യഹാം ആവോ. അവിടെ തും തന്നെയാണ് വരിക. കാരണം ഏറ്റവും ലാസ്റ്റ് കണ്ടോ നിങ്ങൾ? ആവോ ഓ ചേർത്ത് വരുന്ന വാക്കുകൾ, ലാസ്റ്റ് ഓ ചേർത്ത് വരുന്നതിന് ഏറ്റവും ഫസ്റ്റ് എന്താണ് വരിക? തും തന്നെയാണ് വരിക. തും പഠോ, തും ലിഖോ, തും ആവോ, തും സുനോ, എല്ലാ അവസാനം ഓ ചേർത്ത് വരും. അപ്പൊ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് സർവനാമം എന്തേ വരുള്ളൂ? തുമ്മേ വരുള്ളൂ.
അപ്പൊ ഇവിടെ ആവോ എന്ന് കണ്ടാൽ എന്താണ് ഫസ്റ്റ് വരിക? തും. തും ദോനോം യഹാം ആവോ. ഈ ക്ലാസ്സുള്ള ടൈമിലാണ് നിങ്ങൾക്ക് ബോർഡിലൊക്കെ എഴുതിയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് നിങ്ങൾ ടഫായി തോന്നും. കുറച്ച് ഗ്രഹിക്കാൻ പ്രശ്നം ഉണ്ടാവും. സാരില്ല, നമുക്ക് എപ്പോഴാണ് സ്കൂൾ തുറന്ന് നോക്കിയിട്ട് അപ്പൊ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കുറച്ച് മനസ്സിലാക്കി വെക്കണേ. तुम दोनों यहाँ आओ. नेक्स्ट, पिताजी आज उनको इनाम देंगे. लास्ट वन, राम तुमको दादाजी कहता है. राम तुमको दादाजी कहता है. ഇനി അത് തന്നെ താഴെ ഉണ്ട് എന്ത്? നിമ്നലിഖിത സർവനാം ശബ്ദോം കാ വാക്യോമേ പ്രയോഗ കീജിയേ. താഴെ കൊടുത്തിരിക്കുന്ന കുറെ സർവനാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് വാക്യത്തിൽ പ്രയോഗിക്കണം. യൂസ് പ്രോനൗൺസ് ഇൻ യുവർ സെന്റൻസസ്. ഹം ഉണ്ട്, വഹ്, ജിസ്നെ, ആപ്പ്, ഉൻകാ, കോൻ. ജസ്റ്റ് നഖം കടിച്ചിട്ട് കാര്യമില്ല, മിസ് അത് എഴുതി അയച്ചുതരാം. ഓരോന്നിന്റെ മീനിങ്ങും അതെന്താണ്, എങ്ങനെയാണ് വാക്കിട്ട് പ്രയോഗിക്കേണ്ടത് ഞാൻ അയച്ചുതരാം കേട്ടോ. ഞാൻ നാം കടിച്ചില്ല. നെക്സ്റ്റ് പേജ് എടുത്തേ, പേജ് നമ്പർ 62. അപ്പൊ മിസ് അയച്ചിരുന്നത്, മിസ് ഇനി 2 കാര്യങ്ങൾ മിസ് നോട്ടില് വൈറ്റ് പേപ്പറിൽ എഴുതി അയച്ചു തരുന്നുണ്ട്. അത് രണ്ടും നിങ്ങൾ എവിടെ എഴുതേണ്ട? നോട്ടിൽ തന്നെ അതിന്റെ ടെക്സ്റ്റിലൊന്നും എഴുതി വെക്കല്ലേ. അങ്ങനെ പറഞ്ഞാൽ അറിയില്ലേ? ഞാൻ ഇനി ഗ്രൂപ്പിലേക്ക് ഇടാൻ പോകുന്നത് ഞാൻ വൈറ്റ് പേപ്പറിൽ നോട്ട്ബുക്കിൽ എഴുതി അയക്കുന്നത്. നിങ്ങൾ എവിടെ എഴുതേണ്ടത്? നോട്ട്ബുക്കിൽ തന്നെ എഴുതണം. കേട്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 62. അശ്വിൻ പിന്നെ എന്നെ വീഡിയോ ഓഫ് ചെയ്യുന്നേ. അശ്വിൻ അവൻ അവിടെ വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ്സിന് പോയിട്ടുണ്ടാവും. നോക്കേ, വാക്യോं को शुद्ध करके लिखिए. करेक्ट सेंटेंसेस and write. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് തിരുത്തി എഴുതുക. അശ്വിൻ, എന്താണ് നീ ഇവിടുന്ന് കളിക്കുന്നേ? മിസ്സേ കോൾ വന്നതാ. കോൾ വന്നാൽ കട്ടാക്കിയ പോരായിരുന്നോ? ഞാൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കുക. अपन की बहन का नाम कुमुद है. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും അല്ലേ? ഇതിലാണ് നിങ്ങൾ വിഭക്തി പ്രത്യയം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരിക? നോക്കേ, വിഭക്തി പ്രത്യയങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് ആ ഫില്ലിന്റെ ബ്ലാങ്ക്സ് പറയാം. അല്ല സോറി, വാക്യോं को शुद्ध करके लिखिए എന്ന് പറയാം. സർവനാമങ്ങൾ ഏതൊക്കെയാ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ? മേം, ഹം, തോ, തും, വഹ്, വേ, യഹ്, യേ. അതുപോലെ ആപ്പുണ്ട്, കോനുണ്ട്, ജോ, കോയി. ഇത്രയുമാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഹിന്ദിയിൽ കുറച്ച് വിഭക്തി പ്രത്യയങ്ങളുണ്ട്. പരസർഗങ്ങൾ എന്ന് പറയും, വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട്. ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങളാണ് കാ, കേ, കി, കോ, സേ, മേം, പർ, നെ. സിമ്പിൾ ആയിട്ട് ഒരു ലൈനായിട്ട് പഠിച്ചാൽ മതി. കാക്കേക്ക്, കോസേ, മേം, പറഞ്ഞേ.
ആ അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞേ എല്ലാവരും. ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങൾ ഏതെന്ന് ഉറക്കത്തിലും കൂടി ചോദിച്ചാൽ പറയാൻ വേണ്ടി സാധിക്കണം. ഏതാണ്? കാക്കേക്ക് കോസേമേം പറഞ്ഞേ. കിട്ടുന്നില്ലേ? പറഞ്ഞോക്കെ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. പറഞ്ഞേ കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഇന്ന് വൈകുന്നേരം വരെ ഇതന്നെ ചൊല്ലിക്കൊണ്ട് നടന്നേ. വേറെ ഒന്നും ചിന്തിക്കണ്ട. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഇത്രേ ഉള്ളൂ വിഭക്തി പ്രത്യയം. ഈ വിഭക്തി പ്രത്യയങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അമ്മാനമാടുന്നത് അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് സെന്റൻസിലും തോന്നിയെടുത്തും വേണ്ടാത്തടത്തും വേണ്ടുന്നിടത്തും എല്ലാം നിങ്ങൾ ചേർക്കുന്നത് ഈ സംഭവമാണ്. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഇതിൽ ഏതെങ്കിലും വിഭക്തി പ്രത്യയം ഇങ്ങനെ മീനിങ് നോക്കാതെ ചേർക്കും അല്ലെ? സെന്റൻസിൽ വേണ്ടിടത്തും വേണ്ടായിടത്തും എല്ലാം ചേർക്കാറില്ലേ? ഇത് ഫ്രീ ആയിട്ട് തന്നതൊന്നല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഹിന്ദിയുടെ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ വിഭക്തി പ്രത്യയങ്ങളല്ല. ഇതിന് മീനിങ് ഉണ്ട്. ആ മീനിങ് അനുസരിച്ച് മാത്രമേ അത് ചേർക്കാവൂ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഓരോരുത്തരോടും ഞാൻ ചോദിക്കാം. പഠിച്ചോ എല്ലാരും? കാക്കേക്ക് കോസേമേം പറഞ്ഞേ. അശ്വിൻ പോയി. ആദ്യം ഒന്ന് പറഞ്ഞ മോളെ, ഉറക്കെ പറഞ്ഞേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ആ അത് ഓരോന്നാണേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. കോസേമേം പറഞ്ഞേ. ആ അത് അപ്പൊ പഠിക്കാൻ വേണ്ടിട്ടാണ്, ബൈഹാർട്ടായിട്ട് പഠിക്കാനാണ് ഒറ്റ ശ്ലോകമായിട്ട് പറഞ്ഞത്. ജുവാന ഒന്ന് പറഞ്ഞ മോളെ. ജുവാന. ജുവാന കേൾക്കുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. ജസ്റ്റസ് ഒന്ന് പറഞ്ഞേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഹലീമ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ആ ഹിന്ദിയിലെ വിഭക്തി പ്രത്യയം ഏതാന്ന് ഏത് സമയത്ത് ചോദിച്ചാലും പറഞ്ഞുതരുമല്ലോ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ജീവ ഒന്ന് പറഞ്ഞ മോനെ. കാക്കേക്ക് കോല കോസേമേം. അല്ലല്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് കേട്ട് പറയണേ. കാക്കേക്ക് കോസേമേം കോസേമേം പറഞ്ഞേ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. കാക്കേക്ക് പറഞ്ഞേ. ഓക്കെ, ജോയില് പറഞ്ഞ മോനെ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഹെവൻ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഓക്കെ, നിജാദെ പറഞ്ഞ മോനെ. കാക്കേക്ക് കോസേമേം പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ജുവാന. അശ്വിൻ മുങ്ങി. ജുവാന പറഞ്ഞേ. അല്ലല്ല, ഓക്കെ അല്ലേ? പഠിച്ചില്ലേ? കാക്കേക്ക് കോസേമേം പറഞ്ഞേ. അപ്പൊ അടുത്ത നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും അത് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണേ. നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം പറഞ്ഞിട്ടുണ്ടോ? ഏത് ലെസൺ? ടൂർ ഓഫ് മുംബൈ ആണ് തോന്നുന്നത്. മക്കളെല്ലാരും ഒന്ന് പറഞ്ഞേ. അറിയോ ആതിരെ ഏത് ലെസൺ ആണ് പറഞ്ഞത്? ടൂർ ഓഫ് മുംബൈ.
മുംബൈ की सैर ആണോ? मुंबई की सैर. ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ, എഴുതി പഠിക്കണേ. ഓക്കെ ബൈ, നെക്സ്റ്റ് ക്ലാസ് കാണാം. സീ യു. നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കണേ. ഒരാളും വീഡിയോ ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറി വരണ്ട. നിജാദ് പിന്നെ പറഞ്ഞു.